തക്കാളി ജ്യൂസാണ് താഴെ. നമസ്കാരം, ഞാൻ ബൈജു എന്നാർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സ്പെയിൻ പോർച്ചുഗൽ യാത്ര തുടരുകയാണ്. ബെന്നീസ് റോയൽ ടൂർസിനോടൊപ്പമുള്ള യാത്രയാണ്. ഇന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നമ്മൾ കാണാൻ പോകുന്നത്. അത് ടൊമാറ്റോ ഫെസ്റ്റിവലാണ്. ലാ ടൊമാറ്റീനോ എന്നാണ് ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ പേര്. അതായത് നമ്മൾ തക്കാളി പരസ്പരം സ്ട്രീറ്റിൽ എറിഞ്ഞ് കളിക്കുന്ന ഒരു വിനോദം എന്നാണ് പറയേണ്ടത്. ഇത് വളരെ വർഷങ്ങൾ പഴക്കമുള്ള വിനോദമാണ്. 1945 ഇത് തുടങ്ങിയതെന്നാണ് എൻ്റെ അറിവ്. അതായത് അത് കൂട്ടുകാർ തമ്മിലുള്ള ഒരു സൗഹൃദ പോരാട്ടമായിട്ട് തുടങ്ങുകയും പിന്നീട് അതൊരു ഫെസ്റ്റിവലായിട്ട് മാറുകയും ചെയ്യാനുണ്ടായത്. ആദ്യകാലത്തൊക്കെ എല്ലാ സ്ട്രീറ്റിലും ഇത്തരം സ്പെയിനിലെ എല്ലാ സ്ട്രീറ്റിലും ടൊമാറ്റോ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം റെസ്ട്രിക്റ്റ് ചെയ്ത് ഈ സ്ഥലത്ത് നമ്മൾ നിൽക്കുന്ന വലൻഷ്യ എന്ന സ്ഥലത്താണ് ഇവിടുത്തെ ഒരു സ്ട്രീറ്റിൽ മാത്രമാക്കിയിരിക്കുന്നു. അതുപോലെ ആദ്യകാലത്ത് ആർക്കും ഇതിലൊന്ന് പങ്കെടുക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓൺലൈൻ ബുക്കിങ്ങിലൂടെ 22,000 പേരെ മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ അനുവദിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ രാജ്യം മുഴുവൻ ചീമൊട്ട എറിഞ്ഞ പോലെ തക്കാളി എറിഞ്ഞ് നാറ്റിക്കുമെന്നുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഓൺലൈൻ ബുക്കിംഗ് എടുത്താണ് അതിന് പോകുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ ബുൾഫൈറ്റൊക്കെ വന്നത് ഈ ഹോട്ടലിൽ വന്ന് താമസിച്ചു. ഹോട്ടൽ വലൻഷ്യ കോൺഗ്രസ് എന്ന ഹോട്ടലിൽ താമസിച്ചു. ഇനി രാവിലെ ഇവിടുന്ന് ഈ ഒരു ടൊമാറ്റോ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ട്രീറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ സിന്ദഗി നഹി മിലഗി ദോബാര പോലുള്ള സിനിമകളിലാണ് ഈ ടൊമാറ്റോ ഫെസ്റ്റിവൽ അധികം കണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നേരിട്ട് കാണാനുള്ള ഒരവസരമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ടൊമാറ്റോ ഫെസ്റ്റിവലിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്കിനി കാണാം. അപ്പോൾ നമ്മൾ ടൊമാറ്റോ ഫെസ്റ്റിവലിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സ് അല്ലാതെ അവിടുന്ന് ടീഷർട്ടൊക്കെ വൈറ്റ് ടീഷർട്ടൊക്കെ തരും. കൂടാതെ ഇവിടെ ഇങ്ങനെ പല ഒരുക്കങ്ങളുമായിട്ടാണ് പലരും വന്നിരിക്കുന്നത്. അതായത് ഐഫോണിലൊന്നും ടൊമാറ്റോ വീണ് ചീത്തയായിരിക്കാൻ വേണ്ടി, ടൊമാറ്റോ ചീത്തയായിരിക്കാൻ വേണ്ടിയാണോ ഫോൺ ചീത്തയായിരിക്കാൻ വേണ്ടിയാണോ, അത്തരം കവറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ചെരുപ്പൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. ഇത് ടൂർ കമ്പനികളാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. നമ്മൾ നേരിട്ട് നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. ഇതേ നിൽക്കാൻ കേട്ട് മിസ്റ്റർ ബെന്നി എന്ന പയ്യനും വന്നിട്ടുണ്ട്. അപ്പോൾ അതെ, കാണാൻ ഗ്ലാമറിലെങ്കിലും നിൽക്കാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല ഒരുക്കങ്ങളോടുകൂടിയൊക്കെയാണ് നമ്മൾ പോകുന്നത്. എന്തായാലും അവിടെ ചെന്ന് പരസ്പരം ചെളി വാരി എറിയലാണ് മലയാളികളുടെ സ്ഥിരം പരിപാടി. പക്ഷേ ഇവിടെ നമ്മൾ ടൊമാറ്റോ ആണ് ഇന്ന് എറിയാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് പല രാജ്യങ്ങളിൽ നിന്നും തക്കാളി എറിഞ്ഞായിട്ട് വരുന്നവരൊക്കെയാണ് കാണുന്നത്, വലിയ ക്യൂ ആയിട്ട്. നമുക്കിനി ഇവിടെ നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റി വേണം പോകാൻ. എയറിന് പറ്റുന്ന രീതിയിലുള്ള ടീഷർട്ടൊക്കെ ഇട്ട് പോകണം. ഇതിപ്പോൾ ചൈനയിൽ നിന്നുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ എല്ലാവരും ടൊമാറ്റോ ഫെസ്റ്റിവലിൻ്റെ സ്ട്രീറ്റിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു ഫൺ സോൺ എന്നാണ് വിളിക്കുന്നത് ഈ ഒരു സ്ട്രീറ്റിനെ. അങ്ങോട്ടുള്ള എൻട്രൻസിൻ്റെ ടിക്കറ്റൊക്കെയാണ് അവിടെ കിട്ടുന്നത്. നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് കയ്യിൽ കെട്ടാനായിട്ടൊരു ബാൻഡ് തന്നു. ഇതുണ്ടെങ്കിൽ അകത്തേക്ക് കയറാൻ പറ്റും. പിന്നെ ടീഷർട്ട്, എല്ലാവരും ടീഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്നു. ഉള്ള ഷർട്ടൊക്കെ ഒരു ടീഷർട്ട് ഇടുകയാണ് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ. എല്ലാം റെഡി. ഇത് തക്കാളി കിട്ടിയാൽ മതി, അല്ലേ? അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ടീഷർട്ടൊക്കെ മാറി റെഡിയായി നിൽക്കുന്നു. ഇപ്പോൾ സമയം 9:30 കഴിഞ്ഞുള്ളൂ. 12 മണിക്കാണ് ഇവിടെ പരിപാടി ആരംഭിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെയൊക്കെ നിറച്ച് ആൾക്കാരായി കഴിഞ്ഞു. ഇവിടെ ഈ കാണുന്ന ലോക്കറാണ്. ലോക്കറിൽ നമുക്ക് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വയ്ക്കാം. അതിനുശേഷം വളരെ സ്വതന്ത്രമായിട്ട് ടൊമാറ്റോ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാം. എല്ലാവരും ടീഷർട്ടൊക്കെ ഇട്ട് റെഡിയായിട്ട് നിൽക്കുന്നു. ഇവിടുത്തെ എല്ലാ ഏർപ്പാടുകളും വളരെ പെർഫെക്റ്റ് ആണ്. ഇവിടെ ടോയ്ലറ്റ് എല്ലാം ടെമ്പററി ആയിട്ടുള്ള ടോയ്ലറ്റുകളൊക്കെ ഉണ്ട്. അതുപോലെ ലോക്കറുണ്ട്. വർഷത്തിലൊരിക്കലേ പരിപാടി നടക്കുകയുള്ളെങ്കിലും അതെല്ലാം വളരെ പക്കയാണ്. എല്ലാ വർഷവും ഓഗസ്റ്റിലെ ലാസ്റ്റ് വെനസ്ഡേ ആണ് ഇവിടെ ടൊമാറ്റോ ഫെസ്റ്റ് നടക്കുന്നത്. പക്ഷേ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്.
ഇന്ത്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം സിന്ദഗി നഹി മിലേഗി ദോബാര തന്നെയാണ്. അപ്പോൾ ടൊമാറ്റോ ഫെസ്റ്റിവലിൽ നമ്മൾ ഇഷ്ടംപോലെ മലയാളികൾ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഇവരൊരു സംഘം പോർച്ചുഗലിൽ ജീവിക്കുന്ന മലയാളികൾ, പിന്നെ US നിന്ന്, കാനഡയിൽ നിന്ന്, ഇപ്പോൾ ലണ്ടനിൽ നിന്നുള്ള രണ്ടുപേരും ഇപ്പോൾ വന്ന് മിണ്ടിയിട്ട് പോയി. അങ്ങനെ എല്ലാവരും ഹായ് 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 ശരി. ഓക്കെ, അപ്പോൾ താങ്ക് യു. കാണാം എല്ലാവരും. അപ്പോൾ നമ്മളിവിടെ വെച്ച് കുറച്ച് മലയാളി കുട്ടികളെ പരിചയപ്പെട്ടു. എല്ലാവരും ജർമ്മനിയിൽ ബെർലിനിൽ പഠിക്കുന്നവരൊക്കെയാണ്. കോഴിക്കോടുകാരാണ് മിക്കവാറും. കോഴിക്കോട് മലപ്പുറം അല്ലേ? കോഴിക്കോട് മലപ്പുറം. അതെ. എത്ര പേരുണ്ട് ആകെ? 11 പേരുണ്ട്. 11 പേര്. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ മലയാളികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ തന്നെ ഒരു 10-30 പേരെ കണ്ടു കഴിഞ്ഞു. അപ്പം നമുക്ക് ടൊമാറ്റോ ആയിട്ട് കാണാം. ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ? അതെ. പോലീസും പട്ടാളമൊക്കെ നിരത്തിട്ടുണ്ട്. ബിയറിൻ്റെയും മറ്റും പബ്ബുകളൊക്കെ ഓപ്പണാണ്. എല്ലായിടത്തും മ്യൂസിക്കൊക്കെ അടിച്ചു പൊളിക്കുന്നു. അപ്പോൾ ഈ സ്ട്രീറ്റിലാണ് ഈ സംഭവം നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റത്ത് ഒരു തൂണ് പോലെ ഒരു തടി കൊണ്ടുള്ള സാധനം ഉണ്ടാക്കും. അതിൻ്റെ മുകളിൽ ഒരു പന്നി കഷ്ണം വയ്ക്കും. എന്നിട്ട് ഈ തൂണിൽ നിറച്ച് എണ്ണ വരട്ടും. അപ്പോൾ ഈ തൂണിൻ്റെ മുകളിൽ കയറി ഈ പന്നിക്കഷ്ണം എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അവസാന ഭാഗം. അതിനൊരു പലരും ശ്രമിക്കും. പലരും തൂണിൽ നിന്ന് ഇറങ്ങി പോകുന്ന താഴെ വീഴും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടി. ഈ ഒരു സ്ട്രീറ്റാണ് അതിനുവേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്, അതായത് ഈ ടൊമാറ്റോ ഫെസ്റ്റിന് വേണ്ടി. അതിനുശേഷം ഇതിൽ പങ്കെടുക്കുന്നവർ തന്നെ ഈ ഒരു സ്ട്രീറ്റ് കഴുകി വൃത്തിയാക്കിയിട്ട് പോകും. അതാണ് അതിൻ്റെ ഒരു രീതി. അതൊക്കെ സായിപ്പിൻ്റെ വളരെ കൃത്യമായ രീതികളൊക്കെയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ മുഴുവൻ ടൊമാറ്റോ ആവും. കഴിഞ്ഞ വർഷം 150 ടൺ ടൊമാറ്റോയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചതെന്നാണ് അറിഞ്ഞത്. അപ്പോൾ നിങ്ങൾ അടുത്ത വർഷത്തിന് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഓൺലൈൻ ബുക്ക് ചെയ്യുക. കാരണം 22,000 പേർക്ക് ഒരു വർഷം ഇതിൽ പങ്കെടുക്കാനുള്ള ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ. അനുസരണയോടെ ബിയർ വാങ്ങിക്കാൻ നിൽക്കുന്ന ക്യൂ ആണ് കാണുന്നത്. ഇത് അനുസരണയോടെ മൂത്രം ഒഴിക്കാൻ നിൽക്കുന്ന ക്യൂ ആണ്. ഈ കാണുന്ന ടോയ്ലറ്റിലേക്കുള്ള കയറാൻ വേണ്ടി മൂത്രം ഒഴിക്കാൻ നിൽക്കുന്ന ക്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ബിയർ ഒഴിക്കുന്നു, മൂത്രം ഒഴിക്കുന്നു, ബിയർ ഒഴിക്കുന്നു, മൂത്രം ഒഴിക്കുന്നു. ഇത് രണ്ടും മാറി മാറി കാണിക്കാം. ഇവിടെ തക്കാളി ഫെസ്റ്റിവലിൻ്റെ ഒരു ലോഗമൊക്കെയാണ്. അവിടെ നിന്നാണ് എല്ലാവരും പഴം എടുക്കുന്നത്. നമ്മുടെ മൊത്തം ടീം മെമ്പേഴ്സ് ചുവന്ന ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്നു. നമ്മുടെ CPMകാർക്ക് കണ്ട വലിയ സന്തോഷമാവും. ആ രീതിയിൽ നമ്മൾ ചുവപ്പന്മാരാണ്. അപ്പോൾ ഇനി ടൊമാറ്റോ ഫെസ്റ്റിവലിൻ്റെ മെയിൻ സ്ട്രീറ്റിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്ത്യയിലെ അത് സ്ട്രീറ്റ് പോലെ തോന്നും. മുഴുവൻ ഇന്ത്യക്കാരാണ്. നമ്മൾ നിൽക്കുന്ന ചേച്ചിയൊക്കെ സുഖമായിട്ട് ടൊമാറ്റോ ഫെസ്റ്റിവൽ കാണാം. സ്വന്തം വീടായിരിക്കും. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ടൊമാറ്റോ ഫെസ്റ്റിവൽ നടക്കുന്ന മെയിൻ സ്ട്രീറ്റ്. അതിൻ്റെ ബഹളങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പലസ്തീനിലെ ജനകുരുതിക്കെതിരെയുള്ള പോസ്റ്ററൊക്കെ ഇവിടെ കാണുന്നുണ്ട്, ബാനറൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പാർട്ടി ചിഹ്നം കാണുന്നുണ്ട് വലതുവശത്ത് താഴെയായിട്ട്. അപ്പം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു
പ്രൊപ്പഗൻഡയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമ്മൾ കൃത്യമായും അത് നടക്കുന്ന സ്ഥലത്താണ്. ഇവിടെ മുകളിൽ നിന്ന് വീട്ടുകാർ വെള്ളം ചീറ്റിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. താഴെ നിൽക്കുന്നവരുടെ നേരെ ഏത് നിമിഷം എന്ത് സംഭവിക്കാം. നമ്മുടെ ക്യാമറയൊക്കെ നനയാനുള്ള സാധ്യതയുണ്ട്. ചേട്ടാ അതിന് വരെ ഒരു ചായ തരാമോ ചേട്ടാ? വെള്ളത്തിന് പകരം ചെക്കനൊക്കെ എന്നിട്ട് വലിച്ചെറിയ കേട്ടോ. കപ്പടക്കം ഇങ്ങ് പോകുന്നു. നനച്ച അവിടെ നിന്ന് എല്ലാവരും. അങ്ങനെ നമ്മളുള്ള അക്യൂബിന് ആദ്യത്തെ വെള്ളത്തിൻ്റെ അഭിഷേകം ഇട്ടിരിക്കുകയാണ്. അത് കൊള്ളാം ഉണ്ടോ. തക്കാളിക്ക് മുമ്പ് ഒരു വെള്ളാഭിഷേകമാണിത്. നനയാൻ വേണ്ടി മെനക്കെട്ട് നമ്മുടെ അക്യൂബ് നിൽക്കുന്നു. ഉള്ള കഴിയാതെ നിൽക്കുന്നു. എല്ലാം നനച്ചേ വിടുള്ളൂ. എല്ലാവരും നനച്ച വിടുള്ളൂ. അങ്ങനെ നനഞ്ഞ കുതവും എല്ലാവരും പിന്നെ പോവാണ്. ലോക ജനത മുഴുവൻ ഒന്നാകുന്ന ആഘോഷമാണ്. തടി പന്നിയുടെ കർഷക തൂക്കിയിട്ടിരിക്കുന്ന ഇതിൽ എണ്ണയൊക്കെ പുരട്ടി മിനുസാക്കി ഇട്ടിരിക്കുകയാണ്. ആർക്കും പരീക്ഷിക്കാം.
പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ നല്ലോണം ക്ലീൻ ചെയ്ത് തുടങ്ങി. അത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ. ഒരു 15 മിനിറ്റേ ഉള്ളൂ ഇവിടുത്തെ ടൊമാറ്റോ ഫെസ്റ്റിവൽ അവസാനിച്ചിട്ട്. അപ്പോൾ തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാണ്. ഇവിടെ സമൂഹ കുളി നടക്കുന്നുണ്ട്. എല്ലാവരും ടൊമാറ്റോ കുടിച്ചല്ലോ അല്ലേ? വീടുകളെല്ലാം വൃത്തിയാക്കുകയാണ്. ഭിത്തികളെല്ലാം നല്ല ഉണങ്ങി പിടിച്ചാൽ പോകാൻ ബുദ്ധിമുട്ടാണ്. എല്ലാം പെട്ടെന്ന് വൃത്തിയാക്കുന്നു. എന്ത് പെട്ടെന്നല്ലേ, എന്ത് പെട്ടെന്ന് ആ സ്ട്രീറ്റുകളൊക്കെ അവർ പെട്ടെന്ന് റെഡിയാക്കും. കഴുകുന്നുണ്ടോ? ഇപ്പം എല്ലാ ഭിത്തിയൊക്കെ കൃത്യമായിട്ട് കഴുകുന്നു. ആൾക്കാരെയൊക്കെ സ്ട്രീറ്റിൽ നിന്ന് മാറ്റി തുടങ്ങി. അങ്ങനെ ടൊമാറ്റോ ഫെസ്റ്റ് അവസാനിക്കുകയാണ്. ഇനി അടുത്ത വർഷം ഓഗസ്റ്റിലെ ലാസ്റ്റ് വെനസ്ഡേ
അന്നായിരിക്കും ഇനി അടുത്ത ടൊമാറ്റോ ഫെസ്റ്റിവൽ. യൂറോപ്പിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും കാണാവുന്ന ഒരു സംഭവമാണ്. തകർപ്പൻ ഒരു അനുഭവമാണ് ടൊമാറ്റോ ഫെസ്റ്റിവൽ. ഇത്രയും വൃത്തികേടായിട്ട് കിടക്കുന്ന സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ശക്തമായിട്ട് വെള്ളം എത്തിച്ചങ്ങോട്ട് ക്ലീൻ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഫെസ്റ്റിവലിൻ്റെ വിജയകരമായ പരിസമാപ്തിയിലുള്ള സന്തോഷം കുറിച്ചുകൊണ്ട് നമ്മൾ ഓരോ ബിയർ അടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബെന്നിയുണ്ട്, അക്യുവുണ്ട്. Cheers! Cheers for the coming festivals, the life of Benny's Royal Tours. Long live tomato festival. Yes. കോഫി ചിയേഴ്സ് വേണ്ടി രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട്.